നമ്മൾ ഈ വീഡിയോയിൽ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്യുകയും ആ ചാനലിന്റെ പേര്, ലോഗോ, ബാനർ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ചാനൽ സെറ്റിംഗ്സ് ഇതെല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സെറ്റപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു യൂട്യൂബ് പ്രോയെ മാറുകയും ചെയ്യും. സോ വെൽക്കം ടു ദി ഫ്രീ യൂട്യൂബ് കോഴ്സ് ഓഫ് ഹൗ ടു ഗ്രോ എ യൂട്യൂബ് ചാനൽ ഇൻ 2026. ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ആൾറെഡി ഒരു അക്കൗണ്ട് ഇപ്പോൾ ഉണ്ട്. ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൽ യൂട്യൂബ് എടുക്കുക. റൈറ്റ് സൈഡിന്റെ താഴെയായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ കഴിയും. ഇതിൽ തൊടുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ വർക്ക് ഓർ ബിസിനസ് സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ടിന് ലഭിക്കുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് നഷ്ടമായേക്കാം. ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ ഞാനൊരു ഗൂഗിൾ ഡോക്കിൽ കൊടുത്തേക്കാം. ഇനി ഇവിടെ കുറച്ച് ബോക്സസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാം. ഇവിടെ നമ്മുടെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് അവർ തന്നെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാനാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് പാസ്വേഡ്. എനിക്കറിയാം നിങ്ങളുടെ പകുതി പേരുടെ പാസ്വേഡും ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഏത് പാസ്വേഡ് അടിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയത്തില്ല. എങ്കിലും ഇതിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ചിലർക്കെങ്കിലും ഇത് കുറച്ച് പണിയായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇത് നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ആയി വെക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും റീസെന്റ് മുമ്പുമായിട്ടൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ട് ഒക്കെ ഹാക്കായി പോകുന്നത്. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ വന്ന ശേഷം അതിന് പിറകെ ഓടുന്നതിനേക്കാൾ നേരത്തെ തന്നെ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് നല്ലത്. ഇനി താഴെ എല്ലാം വായിച്ചു നോക്കിയിട്ട് അഗ്രി കൊടുക്കുക. നിങ്ങൾ വായിച്ചു നോക്കില്ലെന്ന് എനിക്കറിയാം, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നേരെ യൂട്യൂബിൽ വന്നാൽ നിങ്ങൾ അക്കൗണ്ട് റെഡിയായി കാണും. ഇനിയാണ് നമ്മുടെ റിയൽ യൂട്യൂബ് അഡ്വഞ്ചർ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. ആദ്യത്തേത് നിങ്ങളുടെ ചാനലിന്റെ പേരാണ്. രണ്ടാമത്തത് നിങ്ങളുടെ ചാനലിന്റെ ഹാൻഡിൽ. ചാനലിന്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നിങ്ങളുടെ പേര് അതുമല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നീഷുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലത്തെ പേരും കൊടുക്കാം. പക്ഷെ ഇതുപോലത്തെ ലോങ് ആയിട്ടുള്ള പേരുകളാണെങ്കിൽ അതിനെ ചുരുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങളുടെ ചാനലിനെ ഓർത്തിരിക്കാൻ കഴിയത്തില്ല. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എയുടെ സഹായത്തോടെ ഒരു ചാനലിന്റെ പേര് കണ്ടെത്താം. ഈ പ്രോംപ്റ്റ് ChatGPT കൊടുക്കുക. ഞാൻ ഇതിനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങളെ നീഷ് കൊടുക്കണം. നോക്കിയാൽ ഇവിടെ നല്ല അടിപൊളി പേരുകൾ നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ മോർ കൊടുത്താൽ വീണ്ടും കുറെ കൂടി വരുന്നതായിരിക്കും. ഇനിയാണ് ചാനൽ ഹാൻഡിൽ. ഇത് നിങ്ങളുടെ ചാനലിന്റെ ആധാർ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയും നിങ്ങളുടെ ചാനലിന്റെ പേര് തന്നെ കൊടുക്കാം. അത് കിട്ടിയില്ലെങ്കിൽ അതുമായി ചേർന്ന് വരുന്ന പേര് കൊടുക്കുക. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചാനൽ നെയിം ആൻഡ് ചാനൽ ഹാൻഡിൽ? ഞാനതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. മിസ്റ്റർ ബീസ് എന്ന് പേരുള്ള ഒരുപാട് ചാനൽസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കുറെ ഒറിജിനൽസും ഡ്യൂപ്ലിക്കേറ്റും കാണാം. പക്ഷേ ഇവിടെ ചാനൽ ഹാൻഡിൽ മിസ്റ്റർ ബീസ്റ്റ് എന്നുള്ള ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയത്തുള്ളൂ. അതായത് നമ്മുടെ ചാനലിന്റെ ഒരു യുണീക്ക് ഐഡന്റിറ്റിയാണ് നമ്മുടെ ചാനലിന്റെ ഹാൻഡില്. ഇവിടെ മുകളിൽ കാണുന്നത് നമ്മുടെ ചാനലിന്റെ പേരാണ്. ഇവിടെ താഴെ കാണുന്നത് നമ്മുടെ ചാനലിന്റെ ഹാൻഡിലും. നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ചാനലിന്റെ ഹാൻഡിലായിരിക്കും അവിടെ കാണിക്കുക. പിന്നെ നിങ്ങളുടെ ചാനലിനെ സെർച്ച് ചെയ്യുന്ന URL-ലും നിങ്ങളുടെ ചാനലിന്റെ ഹാൻഡിലായിരിക്കും കാണുക. പേടിക്കേണ്ട, ഈ രണ്ട് സാധനവും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നമുക്കിനി ഇവിടെ ഒരു ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആയിട്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡ് ലോഗോ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഈ PFP മേക്കർ എന്ന വെബ്സൈറ്റിൽ പോവുക. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഇതുപോലത്തെ ഒരുപാട് പ്രൊഫഷണൽ ഇമേജസ് വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് ലോഗോ ആയിട്ട് യൂസ് ചെയ്യാം. ഇതായിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എന്റെ പ്രൊഫൈലായിട്ട് കീപ്പ് ചെയ്തത്. ഇനി ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെച്ച് നിങ്ങൾക്ക് ലോഗോസ് ഉണ്ടാക്കാം. ഇവിടെ ഞാനാണെങ്കിൽ വെച്ചൊരു പ്രൊഫൈലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനലിന്റെ ബാനറും കൂടി ആഡ് ചെയ്യണം.
പല ആൾക്കാരും ആഡ് ചെയ്യാതെ മിസ്സാക്കുന്ന കാര്യമാണിത്. പക്ഷേ നിങ്ങൾ പ്രോ ആയതുകൊണ്ട് തന്നെ ഇതിനെ മിസ്സാക്കാൻ പാടില്ല. സോ ഞാനിവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു ബാനർ ഉണ്ടാക്കാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ക്യാൻവ എന്ന വെബ്സൈറ്റിലോട്ട് വരിക. ഇത് ഫ്രീ ആണ്, ഡോണ്ട് വറി. ഇവിടെ യൂട്യൂബ് ചാനൽ ബാനർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് വരുന്നതായിരിക്കും. ഇതിലുള്ള ഏതെങ്കിലും ടെംപ്ലേറ്റ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബാനർ ഉണ്ടാക്കാം. ഇതില് ഈ സിമ്പിൾ ഉള്ളതെല്ലാം പെയ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാം. ഞാൻ ഈ ടെംപ്ലേറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ടെംപ്ലേറ്റിനെ നമ്മളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് ഇനി നിങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ബാനറിൽ ആഡ് ചെയ്യാം. അതും കൂടാതെ തന്നെ പ്രൊഫൈൽ പിക്ചേഴ്സോ ഐക്കൺസോ എലിമെന്റ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ യൂട്യൂബ് ബാനറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ ചാനലിലോട്ട് വരുമ്പോൾ അവർക്ക് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് എന്താണെന്നൊരു ഐഡിയ കിട്ടണം. ഞാനാണെങ്കിൽ ഇവിടെ ബാനറിനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാനർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ നമ്മുടെ ചാനലിനെ നമ്മൾ വിഷ്വലി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ചാനലിനെ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അടിപൊളി. ഇനിയാണ് നമ്മുടെ ചാനലിന്റെ ഉറപ്പായും ചെയ്തിരിക്കേണ്ട എലിജിബിലിറ്റി വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. കാര്യം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ പോലും കിട്ടത്തില്ല. അതും കൂടാതെ തന്നെ ലൈവ് സ്ട്രീമിംഗ് പോലത്തെ പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ മൊബൈൽ ഫോണിൽ നേരെ ക്രോം ബ്രൗസർ എടുക്കുക. studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നേരെ മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ലാപ്ടോപ്പിൽ ആക്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിലും ആക്സ് ചെയ്യാൻ കഴിയും. നമ്മുടെ ചാനൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു കാണും. ഇനി ഞാൻ നിങ്ങൾക്ക് ലാപ്ടോപ്പിലായിരിക്കും കാണിച്ചു തരിക. കാര്യം രണ്ടും സെയിം ഇന്റർഫേസ് ആണ്. ഇവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ വന്നിട്ട് ഫ്യൂച്ചർ എലിജിബിലിറ്റി നോക്കുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഇനേബിൾഡ് ആയിരിക്കും. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻ ഡിസേബിൾഡ് ആയിരിക്കും. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്താൽ നിങ്ങൾക്ക് കസ്റ്റം തംബ്നെയിൽ, ലൈവ് സ്ട്രീമിംഗ്, 15 മിനിറ്റ് ലോങ്ങർ ആയിട്ടുള്ള വീഡിയോസ് ഇതെല്ലാം ചെയ്യാനുള്ള ആക്സ് കിട്ടും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി. സോ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പച്ച കളറെ വന്നതായിട്ട് കാണാൻ കഴിയും. ഇനി താഴെയുള്ളതാണ് അഡ്വാൻസ്ഡ് ഫീച്ചർ. ഇത് നിങ്ങൾക്ക് കറന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചില സമയത്ത് യൂട്യൂബ് തന്നെ ഇതിനെ ഓട്ടോമാറ്റിക്കലി ഇനേബിൾഡ് ആക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വെരിഫിക്കേഷനോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഐഡിയ കൊടുത്തിട്ട് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനും എൻ്റെ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടാണ് ഈ സെറ്റിംഗ്സ് കംപ്ലീറ്റ് ചെയ്തത്. സോ ഇത്രയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചാനൽ വെരിഫൈ ആയിട്ടുണ്ട്. ഇവിടെ ജനറൽ നോക്കിയാൽ കറൻസി എന്ന് കാണാൻ കഴിയും. ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഡോളർ കൊടുത്താൽ നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ ഡോളറിലായിരിക്കും കാണിക്കുക. അല്ല നിങ്ങൾ റുപ്പീസ് കൊടുത്താൽ നിങ്ങളുടെ റവന്യൂ റുപ്പീസിലായിരിക്കും കാണിക്കുക. സോ നിങ്ങൾ ഡോളർ വലുതാണെന്ന് പറഞ്ഞിട്ട് ഡോളറാക്കി വെച്ചാൽ നിങ്ങളുടെ പൈസയൊന്നും കൂടാനൊന്നും പോണില്ല. അതുകൊണ്ട് തന്നെ റുപ്പീസ് ആക്കി വെക്കുക. അപ്പോൾ കുറച്ചും കൂടി റവന്യൂ നോക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെ ചാനൽ ഓപ്ഷനിൽ വന്നിട്ട് ബേസിക് ഇൻഫോ എടുക്കുക. ഇവിടെ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി താഴെയിട്ട് കീവേഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. സോ ഇവിടെ നിങ്ങളുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ചാനൽ ആഡ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് ആണ് ഇതൊക്കെ. സോ ഇതുപോലെ നിങ്ങളുടെ നീഷിലും റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ തന്നെ നിങ്ങളുടെ നീഷിനെ യൂട്യൂബിനെ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് ആണ് ഡു യു വാണ്ട് ടു സെറ്റ് യുവർ ചാനൽ ആസ് എ മെയ്ഡ് ഫോർ കിഡ്സ്. ഇവിടെ എപ്പോഴും നിങ്ങളുടെ വീഡിയോ കുട്ടികൾക്കാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരിക്കലും യെസ് കൊടുക്കാതിരിക്കുക. ആൾവേസ് കീപ് നോ. കാര്യം എന്തെന്നാൽ നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചാലും കൂടിപ്പോയാൽ നിങ്ങളുടെ ചാനൽ ജസ്റ്റ് ടെർമിനേറ്റ് ആയി പോവുകയുള്ളൂ. പക്ഷേ ഈ എസ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് കുട്ടികൾക്ക് യോജിക്കാത്ത കോണ്ടന്റ് ഇടുകയാണെങ്കിൽ ലീഗലി നിങ്ങളുടെ പേരിൽ ഒരുപാട് കേസും പ്രശ്നങ്ങളും വരുന്നതായിരിക്കും. ഇനി അടുത്തൊരു സെറ്റിംഗ്സ് ആണ് അപ്ലോഡ് ഡിഫോൾട്ട്. ഒരു ഡിസ്ക്രിപ്ഷനിൽ വന്നാൽ ഇവിടെ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കുറെ ലിങ്ക്സും ഡീറ്റെയിൽസും ഒക്കെ കാണാൻ കഴിയും. പക്ഷേ ഇതൊന്നും ഓരോ വീഡിയോസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഇൻഫോർമേഷൻ ഡീഫോൾട്ട് ആയിട്ട് വന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇതിനെ ആഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇനി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് ആണ് വിസിബിലിറ്റി. ഈ ഓപ്ഷൻ ഒരിക്കലും പബ്ലിക് ആക്കാൻ പാടില്ല. ഇതെപ്പോഴും മാക്സിമം അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് വയ്ക്കുക.
ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ വീഡിയോ പബ്ലിക് ആവുന്നതാണ്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഓഡിയൻസ് കണ്ട ശേഷമായിരിക്കും നിങ്ങൾ അറിയുക. ഇനി അടുത്ത ഓപ്ഷനാണ് ടാഗ്സ്. ഇവിടെ വലിയതായിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ ചാനൽ നെയിമുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള 2-3 കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്ത് വെക്കുക. സോ ഇവിടെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കസ്റ്റമൈസേഷനിൽ വന്നാൽ നമ്മൾ ആൾറെഡി തന്നെ ഈ ബാനറും ലോഗോയും അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ആണ്. പല ആൾക്കാരും തുടക്കത്തിൽ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്, ഡിസ്ക്രിപ്ഷൻ ഒന്നും ആഡ് ചെയ്യത്തില്ല. പക്ഷെ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ കോണ്ടന്റിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു 2 വാക്ക് പറയുക. കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ വരെ നോക്കുന്നതാണ്. സോ ഇവിടെ താഴെയിട്ട് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഒക്കെ ആഡ് ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇങ്ങനത്തെ ലിങ്ക്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോണ്ടാക്ട് ഇൻഫോ. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ചാനലിന്റെ ഇമെയിൽ ഇവിടെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതല്ലാതെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു പുതിയൊരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനാണ് ഇവിടെ ആഡ് ചെയ്യാൻ. ഇതിലൂടെ ആയിരിക്കും സ്പോൺസർഷിപ്പ് ബ്രാൻഡൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അതല്ലാതെ നിങ്ങളുടെ ചാനലിന്റെ ഇമെയിലാണ് കൊടുക്കുന്നതെങ്കിൽ ടാറ്റ ബൈ ബൈ, നിങ്ങളുടെ ചാനലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കോളും. ഇനി താഴോട്ട് വന്നാൽ വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് നമ്മൾ വീഡിയോ കാണുമ്പോൾ സൈഡായിട്ട് ഒരു ഐക്കൺ വരുന്നത് കാണാൻ കഴിയും. അതാണിത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, ഒരു കുഴപ്പവുമില്ല. ഇനി എന്ന് പറഞ്ഞ ടാബിലായിരിക്കും നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷനിലുള്ള കംപ്ലീറ്റ് ഇൻഫോയും കാണുക. ഇവിടെ നിങ്ങളുടെ ചാനലിന്റെ വാച്ചവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ യൂട്യൂബ് ട്രാക്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3 വീഡിയോ അപ്ലോഡ് ചെയ്യുക, 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, 3000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുമല്ലെങ്കിൽ 3 മില്യൺ വ്യൂസ് നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്താലും മതി. ഇതിലൂടെ തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ചാനൽ ആഡ്സ് വരണമെങ്കിൽ നിങ്ങൾക്ക് 4000 വാച്ചവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. അതുമല്ലെങ്കിൽ ഷോർട്സിൽ 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂസും കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ ആഡ് വരത്തുള്ളൂ. സോ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇവിടെ നോക്കിയാൽ യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറി കാണാൻ കഴിയും. ഇത് യൂട്യൂബിന്റെ സ്വന്തം ഓഡിയോ ലൈബ്രറി ആണ്. ഇവിടെ നിന്ന് ഏത് സോങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂവും വരത്തില്ല. ഇനിയാണ് ആനലിറ്റിക്സ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തുടക്കത്തിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോറും ഇവിടെ കുറെ ഡേറ്റാസും ഇൻസൈറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അതും കൂടാതെ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ റവന്യൂ കാര്യങ്ങളെല്ലാം കാണിക്കുക. പിന്നെ ചാനൽ ആനലിറ്റിക്സ് നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾക്ക് ബ്രൗസറിൽ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യുക. ഇതിനെ നിങ്ങളുടെ ചാനലുമായിട്ട് കണക്ട് ചെയ്താൽ ഇവിടെ നിങ്ങളുടെ ചാനലിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ ചാനൽ റെഡി ആയിരിക്കുകയാണ്. ഇത്രയും നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ 99% ഓഫ് ബിഗിനർ യൂട്യൂബേഴ്സിനെ നിങ്ങൾ മറികടന്നിരിക്കുകയാണ്. ഇനി അടുത്തുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. സോ എപ്പോഴും ഇത് ഓർക്കുക, എ മാൻ ഹു മൂവ്സ് എ മൗണ്ടൻ ബിഗിൻസ് ബൈ ക്യാരിങ് എവേ സ്മോൾ സ്റ്റോൺസ്. അങ്ങനെ നമ്മുടെ ഫ്രീ യൂട്യൂബ് കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പാർട്ട് 1 പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് നീഷ് കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നു. ഈ രണ്ടാമത്തെ പാർട്ടിലൂടെ ചാനൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി പാർട്ട് 3 99% ഓഫ് യൂട്യൂബേഴ്സും ഫെയിൽ ആവാൻ കാരണമായ 7 ബിഗിനർ മിസ്റ്റേക്സിനെ കുറിച്ചായിരിക്കും പറയുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.